വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വാക്യം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 11 അധ്യായം 22 വാക്യം. ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. ആദിമസഭയുടെ ഒരു ധീര സാക്ഷിയായിരുന്നു ബർന്നബാസ്. കുപ്രോസ് ദ്വീപിൽ കുടിയേറി പാർത്ത ഒരു യഹൂദ കുടുംബത്തിലെ അംഗമായിരുന്നു ബർന്നബാസ്. ലേവ്യ കുടുംബക്കാരനായ യോസെഫിന് അപ്പോസ്തലന്മാർ നൽകിയ ഒരു പേരായിരുന്നു ബർന്നബാസ് എന്നത്. ആശ്വാസപുത്രൻ അഥവാ പ്രബോധനപുത്രൻ എന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം. 70 പേരുൾപ്പെടുന്ന യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തിലെ ഒരംഗമായിരുന്നു ബർന്നബാസ് എന്നും കരുതപ്പെടുന്നു. എന്നാൽ ആദിമ സഭയുമായുള്ള ബന്ധത്തിലാണ് നമുക്ക് ബർന്നബാസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇരുളടഞ്ഞ ഭാവിയും പ്രതീക്ഷകൾ അസ്തമിച്ച ജീവിത സാഹചര്യങ്ങളും മാത്രമായിരുന്നു ആദിമസഭയ്ക്ക് കൈമുതലായി ഉണ്ടായിരുന്നത്. എന്നാൽ ആദിമസഭയ്ക്ക് ബർന്നബാസിലൂടെ ലഭിച്ച നേതൃത്വം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ആദിമസഭയുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച വ്യക്തി. സഭ ഒരു സമൂഹമാണ്. ഏതൊരു സമൂഹത്തിനും തനതായ ജീവിത ശൈലിയും ഘടനയും ഒക്കെയുണ്ട്. എന്നാൽ ആദിമസഭയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? നമുക്കറിയാവുന്നതുപോലെ, ഒന്ന്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. 2, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. 3, മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. 4, അപ്പോസ്തലന്മാർ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. പ്രിയമുള്ളവരെ, ഇതിന് നേതൃത്വം നൽകുവാൻ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുവാൻ ബർന്നബാസിന് സാധിച്ചു. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായം 37 വാക്യത്തിൽ ബർന്നബാസിനെ കുറിച്ച് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു എന്ന്. ഉള്ളവർ തങ്ങൾക്കുള്ളത് പങ്കുവെക്കുന്നതിൽ സന്നദ്ധത കാണിച്ചു. വിശ്വാസം വാക്കുകളിലല്ല, അത് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുവാനായിട്ട് അവർക്ക് ഇടയായി. അതിന് ധീരമായ മാതൃക കാണിച്ച വ്യക്തിയുമായിരുന്നു ബർന്നബാസ്. അങ്ങനെ ആദിമസഭയുടെ ക്ഷേമത്തിനായി അവോളം യത്നിക്കുവാൻ ബർന്നബാസിന് സാധിച്ചു. രണ്ടാമതായിട്ട്, ക്രിസ്തീയ ശുശ്രൂഷയിൽ അഗ്രഗണ്യനായിരുന്ന വ്യക്തിയായിരുന്നു ബർന്നബാസ്. ബർന്നബാസിന്റെ സ്വദേശമായ കുപ്രോസിൽ ഭൂരിപക്ഷം ജനങ്ങളും പുറജാതിക്കാരായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലെ സുവിശേഷ പ്രവർത്തനത്തിനായി ബർന്നബാസ് മുന്നിട്ടിറങ്ങുന്നു. പരിശുദ്ധാത്മാ നിറവിൽ യേശു കർത്താവിനെ സാക്ഷിക്കുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു ജീവിക്കുകയും ആ പണം കൊണ്ട് സുവിശേഷ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. ചിതറിപ്പോയ യഹൂദന്മാരോട്, അതായത് സ്തേഫാനോസിനുണ്ടായ പീഡനം നിമിത്തം അനേക വിശ്വാസികൾ അന്ന് ചിതറിപ്പോയിരുന്നു. അനേക ജനങ്ങൾ അന്ന് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. അങ്ങനെയുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് ബർന്നബാസിന് സാധിച്ചു. അന്ത്യോക്യയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ബർന്നബാസ് തന്നെയായിരുന്നു. അങ്ങനെ അന്യജാതിക്കാർ സുവിശേഷം വിശ്വസിച്ച് സഭയിലേക്ക് വന്നത് ആദ്യം അന്ത്യോക്യയിലായിരുന്നു. അങ്ങനെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ബർന്നബാസിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ നമ്മുടെ പങ്കാളിത്തം എപ്രകാരമാണ്? നമ്മുടെ സമയം, ആരോഗ്യം, കഴിവുകൾ, സമ്പത്ത് ഇവ നൽകി ഈ ശുശ്രൂഷയിൽ ബർന്നബാസിനെ പോലെ നമുക്കും പങ്കുകാരാകാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ക്രിസ്തീയ ശുശ്രൂഷയിൽ ബർന്നബാസിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. സഭയുടെയും സമൂഹത്തിൻ്റെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുവാനും ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ സഹായിക്കണമേ. ആമേൻ.